കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ നല്ലൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ മെഷീൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. ഇപ്പോൾ ഒരു 1-1.5 മാസമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഇതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ മെഷീൻ വാങ്ങാൻ പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ജാക്ക് F5ൻ്റെ മെഷീനാണ് കേട്ടോ ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓൺ ചെയ്യുക. നമ്മൾ പ്ലഗ് ഓൺ ചെയ്തിട്ട് മെഷീനിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. അത് ഓണാക്കി കഴിയുമ്പോൾ മെഷീൻ ഓണാവും. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ എന്നത്, സെപ്പറേറ്റ് അല്ല. അതുപോലെ ഈ ടേബിളൊക്കെ നമ്മൾ പാർട്സ് ആയിട്ടാണ് ഉണ്ടാവുക. അതൊക്കെ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ പാർട്സ് ആയിട്ടാണ് ഇട്ടുണ്ടാവുക. അതൊക്കെ അസംബിൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലെ ഇതിനകത്താണ് കേട്ടോ നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അറ്റ് എ ടൈം 2 ത്രെഡ് ഇടാം. നമുക്കിനി ബോബിൻ കേസിൽ നൂല് ചുറ്റണമെങ്കിൽ അതിനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയാണ് കേട്ടോ ത്രെഡ് ഇടുന്ന ആ ഒരു ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 തൊട്ടിട്ട് 40 വരെ ആ ഒരു സ്പീഡ് ലിമിറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മെഷീൻ വാങ്ങിച്ച ആ ഒരു ടൈമിൽ 2-3 ദിവസത്തേക്ക് ഞാൻ 5-ൽ തന്നെ ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഞാൻ പയ്യാണ് കേട്ടോ സ്പീഡ് കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ കുറേ നാളായിട്ട് ചവിട്ടി തയ്ക്കണ മെഷീൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പവർ മെഷീൻ യൂസ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ കൺട്രോളിലോട്ട് വരാൻ കുറച്ച് ടൈം എടുത്തിരുന്നു. ഇപ്പോഴും ഞാൻ 20 ആ ഒരു ലിമിറ്റിലൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ തയ്ച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് പറ്റുന്നൊരു മിനിമം സ്പീഡിലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. പയ്യാണെങ്കിലും നമുക്ക് സ്പീഡ് കൂട്ടി വരാം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് പ്ലസും മൈനസും അങ്ങനെ 2 ബട്ടൺ ഉണ്ട്. അവിടെയാണ് കേട്ടോ നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. മെയിനായിട്ട് ഈ ഒരു മെഷീൻ്റെ സ്പീഡ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ദിവസം 5 പീസൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് നമുക്ക് 10 പീസൊക്കെ നമുക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ബോക്സ് പോലെ വരുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ഓർഗനൈസർ. ഇവിടെ നമുക്ക് പേൾ പിന്നോ ചോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കുഞ്ഞു കള്ളികളൊക്കെ ഉള്ളൊരു ചെറിയൊരു ഇത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റിച്ചിൻ്റെ വലിപ്പം കുറയ്ക്കുകയൊക്കെ ചെയ്യണത് ഇവിടെയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു മെഷീനിൽ ഒറ്റ സ്റ്റിച്ച് മാത്രമാണ് കേട്ടോ വരുള്ളൂ. നമ്മൾക്ക് ചവിട്ടി തയ്ക്കണ ആ ഒരു മെഷീൻ്റെ ഇത് തന്നെയാണിത്. അതിൻ്റെ കുറച്ചും കൂടി സ്പീഡ് കൂടിയ ഒരു വേർഷൻ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് റിവേഴ്സ് പോണതാണ് കേട്ടോ. എത്ര നമുക്ക് ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്ര തന്നെ നമുക്ക് ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ബോബിൻ കേസിൽ നൂല് ചുറ്റുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കുന്നില്ല. അതേപോലെ തന്നെ ആദ്യമായിട്ട് മെഷീൻ വാങ്ങിക്കുന്നവർക്ക് ത്രെഡ് ഇടാനും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്ലേഡ് പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് നൂല് ചുറ്റി കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അതായത് ബ്ലേഡാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മൾ ത്രെഡ് ഇടേണ്ട ഹോൾസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ എങ്ങനെയാണ് മെഷീനിൽ ത്രെഡ് ഇടാന്നുള്ളത് കാണിക്കാം. ഇപ്പോൾ ഞാൻ അതിനെ പറ്റിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതും ഒരു ബ്ലേഡാണ് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നൂല് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെയുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു നീല ബട്ടൺ നമ്മുടെ ആ ഒരു ടെൻഷൻ്റെ അടിയിലായിട്ട് കാണുന്നുണ്ടാവും കേട്ടോ. അത് നമുക്ക് സിംഗിൾ സ്റ്റിച്ച് വേണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്റ്റിച്ചുകൾ ഇങ്ങനെ വീണ് പോകും കേട്ടോ. നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് കുത്തിയൊക്കെ നിർത്തണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് പ്രഷർ ഫുട്ട് നമുക്ക് പൊക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൻ്റെ ആ പെഡലിൻ്റെ അവിടെയായിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായിട്ട് നമ്മൾ യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാണ് കേട്ടോ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് കാല് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. ഇത് നമുക്ക് ഇങ്ങനെ മുകളിലേക്കാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ ഫുട്ട് പൊക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ പെഡൽ ചവിട്ടണ ഒരു പോർഷൻ വരുന്നത് ഇതാണ്. ആ കാണുന്ന ബ്ലാക്ക് ഇതുണ്ടല്ലോ, അതാണ് കേട്ടോ പ്രഷർ ഫുട്ട് പൊക്കാനും ഇതാക്കാനുള്ളൊരു ഇത്. നമുക്ക് ഇരുന്നു കൊണ്ട് കാലിൻ്റെ മുട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഒപ്പം അത് നമുക്ക് വഴങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ഒരു ഓപ്ഷനാണ് കേട്ടോ ഉപയോഗിക്കുകയുള്ളൂ. അതിങ്ങനെ ആക്കുമ്പോൾ പ്രഷർ ഫുട്ട് പൊങ്ങിയും താഴെയും ചെയ്യും.
പിന്നെ നമ്മൾ നോർമൽ മെഷീൻ കൊടുക്കണ പോലെ എല്ലാ ദിവസവും ഓയിൽ കൊടുക്കുക അങ്ങനെയല്ല കേട്ടോ. നമ്മൾ വാങ്ങിക്കുമ്പോഴേ ഇതിനകത്തൊരു ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും. അതങ്ങനെ തീർന്നു പോവോ അങ്ങനെയൊന്നുമല്ല. ഒരു 8-9 മാസം അങ്ങനെയാണ് അവർ പറഞ്ഞത്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് പുതിയ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് എല്ലാ ദിവസവും അങ്ങനെ ഓയിൽ കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട. ഇനി ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പുതിയ മെഷീനൊക്കെ എടുക്കാനിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റിച്ചിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ചെയ്യാം.